ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ സൂര്യകാന്തി പാടങ്ങളൊക്കെ കാണാൻ പോകുന്നത്. സിനിമയിലും പാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ഗുണ്ടപ്പേട്ടയ്ക്ക് പോണ വഴിക്ക് ഒരുപാട് സൂര്യകാന്തികൾ ഇതാ ഇങ്ങനെ പാടത്തിങ്ങനെ വിരിഞ്ഞിരിക്കണത് കാണാം കേട്ടോ. അപ്പോൾ കാറിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ പുറത്തിറങ്ങി കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഓൾറെഡി വരും. കാരണം ഒരുപാട് സിനിമയിലും പാട്ടിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പം ആ മഞ്ഞയിൽ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. വെയിലും കൂടി ഇല്ലെങ്കിൽ ആ ക്ലൈമറ്റ് പിന്നെ അടിപൊളിയാണ്. ഇപ്പം എന്തായാലും കറക്റ്റ് ടൈമാണ്. സൂര്യകാന്തി പൂക്കൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ടയിലോട്ട് വിട്ടേക്കൂ. ഇത് പോണ വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാം. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ഗുണ്ടൽപേട്ടയിലോട്ട് നമ്മൾ വരുമ്പോൾ ഒരുപാട് സൂര്യകാന്തി പൂക്കളുടെ ഇങ്ങനെ കാണട്ടോ സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് അടുത്ത മാസം ഓണൊക്കെയല്ലേ വരണം കേരളത്തിൽ. അപ്പം ഇവിടെ ഇവർ വേറെയും ഫ്ലവേഴ്സ് നമുക്ക് തരാനുള്ള ചെട്ടി, ജമന്തി, മന്ദാരം അങ്ങനെ പല ഫ്ലവേഴ്സിൻ്റെയും ഉണ്ട് കേട്ടോ. ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പം സൂര്യകാന്തി പൂവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്, എവിടെയാണെങ്കിലും ആരാണെങ്കിലും. സോ നമ്മളിപ്പം അധികം ആളും തിരക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോഗിയാണ്, നല്ല തണുപ്പുണ്ട്. അതാ കണ്ടോ, അടിപൊളിയായിട്ട് അങ്ങനെ നല്ല ഫോഗിയാണ്. വേറൊരു വൈബ് തന്നെയാണ്. സൂര്യകാന്തി ഫെസ്റ്റിവൽ ഈ ഒരു ടൈമിലാണ്, 1-2 മാസം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു ഡ്രൈവിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, പെട്ടെന്ന് തന്നെ പോരെ. ഇതുപോലുള്ള അടിപൊളി പാടങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാം. 50 രൂപ എടുത്താൽ. പോണ വഴിയിൽ കുറച്ച് ചെട്ടിപ്പൂവിൻ്റെ അതും കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. സൂര്യകാന്തി ആണെങ്കിലും ചെട്ടിയാണെങ്കിലും ഈ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. പല പല സിനിമ പാട്ടുകളും നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടിയെത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.